ഈ ആഴ്ച 15 പേർ നോമിനേറ്റ് ആയിരിക്കുകയാണ്. ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് നെവിൻ. രാവിലെ തന്നെ അടി നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ. എന്താണ് സംഭവം എല്ലാം പറയാം. ഡേ 28 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുക. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻസി ടാസ്ക് അതുപോലെ തന്നെ നോമിനേഷൻ എന്നിവ നടക്കുകയുണ്ടായി. അതെന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ആദ്യം നമുക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകാം. ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് കുടുക്കിട്ടൽ ക്യാപ്റ്റൻ എന്നായിരുന്നു ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത്. ഇതിൽ 3 പേരായിരുന്നു മത്സരിക്കാനുണ്ടായിരുന്നത്. നമ്മുടെ ബിന്നി, റെന, നെവിൻ ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കയറ് കാണും, അത് എടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുക. അവരവരുടെ കാലിൽ ബസർ ടു ബസർ ആണ് കെട്ടാനുള്ള സമയം. അതിനുശേഷം അഴിക്കാൻ സമയം തരുമ്പോഴേക്കും കാലിൽ കെട്ടുകൾ മാക്സിമം അഴിക്കാൻ നോക്കണം. ഇതായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. ഏറ്റവും ഫാസ്റ്റായിട്ട് ആരാണോ അഴിക്കുന്നത് അവരായിരിക്കും ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ അപ്പം തന്നെ ഒരു അടി പൊട്ടുന്നുണ്ട്. നമ്മുടെ അക്ബറും ലക്ഷ്മിയും തമ്മിലൊരു ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് ശേഷമാണ് ഗാർഡൻ ഏരിയ കാണിക്കുന്നത്. ഗാർഡൻ ഏരിയ വെച്ചിട്ടാണ് ഈ ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഗാർഡൻ ഏരിയയിൽ അങ്ങനെ കയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവരവരുടെ പേരൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു റൗണ്ട് ചതുരത്തിൽ അതിനകത്ത് ഈ മത്സരാർത്ഥികൾ 3 പേരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടാസ്ക് ചെയ്യുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എല്ലാവരും തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് വീണ്ടും ചെയ്യുക എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുന്നു. ബസറടിക്കുമ്പോൾ നെവിൻ്റെ കാലിലാണ് ഒന്നുമില്ലാത്തത്. നെവിൻ അടിപൊളി സൂപ്പറായിട്ട് തന്നെ ടാസ്ക് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നെവിനാണ് 5th വീക്കിലേക്ക് ക്യാപ്റ്റനായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് നോമിനേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ലാലേട്ടൻ നമ്മുടെ ജിസേലിനെയും അനുവിനെയും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിരുന്നു. പിന്നെയുള്ളത് നമ്മുടെ രേണു, അനു, ജിസേൽ, ആദില, ആര്യൻ, നൂറ, ഒനീൽ, ബിന്നി ഇവർ 9 പേരായിരുന്നു പിന്നീട് കഴിഞ്ഞ ആഴ്ച നോമിനേഷനിലുണ്ടായിരുന്നു. ഈ 9 പേരും ഈ 9 പേരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ്സിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെ ഒഴിച്ച് ബാക്കിയുള്ളവരായിരിക്കണം നോമിനേറ്റ് ചെയ്യുന്നത്. ആരൊക്കെ? ഷാനവാസ്, റെന, അതുപോലെ തന്നെ ശൈത്യ, അക്ബർ, ശരത്ത്, അനീഷ് ഇവരെ ആയിരിക്കണം നോമിനേറ്റ് ചെയ്യുന്നത്. ഇവരെ എല്ലാവർക്കും നോമിനേറ്റ് ചെയ്യാം. അതായത് വൈൽഡ് കാർഡായിട്ട് വന്നവർക്കും ഇവരെ നോമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം രേണു പോകുന്നു. രേണു പോയിട്ട് അക്ബറിനെയും റെനേനെയാണ് പറയുന്നത്. അതിനുശേഷം അനീഷ് പോകുന്നു, ശൈത്യനും ശരത്തിനെയും പറയുന്നു. ശൈത്യ പോകുന്നു, ശരത്തിനെയും അക്ബറിനെയും പറയുന്നു. ബിന്നി പോകുന്നു, അനീഷിനെയും ഷാനവാസിനെയും പറയുന്നു. ഒനേൽ പോകുന്നു, ശരത്തിനെയും ഷാനവാസിനെയും പറയുന്നു. ശരത്ത് പോകുന്നു, അനീഷിനെയും ഷാനവാസിനെയും പറയുന്നു. ഇതിന് കാരണങ്ങളും പറയുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല എന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ആദില പോകുന്നു, റെനേനെയും ശരത്തിനെയും പറയുന്നു. അതിനുശേഷം നൂറ പോകുന്നു, റെനേനെയും ശരത്തിനെയും പറയുന്നു. അക്ബർ പോകുന്നു, അനീഷിനെയും ഷാനവാസിനെയും പറയുന്നു. സാബുമാൻ പോകുന്നു, ശൈത്യനെയും അക്ബറിനെയാണ് പറയുന്നത്. അതിനുശേഷം ആര്യൻ പോകുന്നു, അനീഷിനെയും ഷാനവാസിനെയും പറയുന്നു. ഷാനവാസ് പോകുന്നു, ശരത്തിനെയും അക്ബറിനെയും പറയുന്നു. പിന്നീട് അനു പോകുന്നു, അക്ബറിനെയും റെനേനെയും പറയുന്നു. അബി പോകുന്നു, അക്ബറിനെയും റെനേനെയും പറയുന്നു. റെന പോകുന്നു, ശരത്തിനെയും ശൈത്യനെയും പറയുന്നു. പിന്നീട് വയൽക്കാരായിട്ട് വന്ന പ്രവീൺ പോകുന്നു, ശൈത്യനെയും റെനേനെയും പറയുന്നു. അതിനുശേഷം ജിസേൽ പോകുന്നു, അനീഷിനെയും ശൈത്യനെയും പറയുന്നു. അതിനുശേഷം ജിഷിൻ പോകുന്നു, ശൈത്യനെയും അനീഷിനെയും പറയുന്നു. ലക്ഷ്മി പോകുന്നു, ശൈത്യനെയും ഷാനവാസിനെയും പറയുന്നു. പിന്നീട് മസ്താനി പോകുന്നു, ഷാനവാസിനെയും ശരത്തിനെയും പറയുന്നു. അവസാനം ക്യാപ്റ്റനായ നെവിൻ പോകുന്നു, ഷാനവാസിനെയും ശരത്തിനെയും പറയുന്നു. ഇങ്ങനെ എല്ലാവരും, അതായത് 21 പേരും അങ്ങനെ നോമിനേഷൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. അതിനുശേഷം അവർക്ക് കിട്ടിയ വോട്ടുകൾ എങ്ങനെയാണ്? അക്ബറിന് 6 വോട്ട്, റെനയ്ക്ക് 7 വോട്ട്,
ശൈത്യയ്ക്ക് 7 വോട്ട്, ശരത്തിന് 9 വോട്ട്, അനീഷിന് 6 വോട്ട്, ഷാനവാസിന് 7 വോട്ട്. ഇങ്ങനെയായിരുന്നു നോമിനേഷൻ്റെ കിടപ്പെന്ന് പറയുന്നത്. ഫൈനൽ നോമിനേഷൻ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ കുറച്ച് പേരുണ്ട്, പിന്നെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്ത നമ്മുടെ അനു, ജിസേൽ, ഇവരെ കൂട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവരെ കൂടാതെ ബാക്കിയുള്ളവർ. നമുക്ക് ഫൈനൽ ലിസ്റ്റ് ഒന്നുകൂടി വായിക്കാം. രേണു, ആദില, ഒനേൽ, നൂറ, ആര്യൻ ഡയറക്റ്റ് നോമിനേറ്റഡാണ്. അബി, ബിന്നി, അനു ഡയറക്റ്റ് നോമിനേറ്റഡാണ്. ജിസേൽ ഡയറക്റ്റ് നോമിനേറ്റഡാണ്. ശരത്ത്, റന, ശൈത്യ, ഷാനവാസ്, അക്ബർ, അനീഷ്, അങ്ങനെ 15 പേരാണ് ഈ ആഴ്ച നോമിനേറ്റ് ആയിരിക്കുന്നത്. അതായത് ഇപ്പോൾ വന്ന വൈൽഡ് കാർഡ്സും പിന്നെ ക്യാപ്റ്റൻ ഒഴികെ ബാക്കി എല്ലാവരും നോമിനേറ്റ് ആയിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു നോമിനേഷൻ വരുന്നത്. എന്തായാലും ഇതിൽ നിന്ന് 2 or 3 പേരോ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവർക്കും പ്രേക്ഷക പ്രതിനിധി നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു നോമിനേഷനെ കിടപ്പെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടായിരിക്കാം ബിഗ് ബോസ് ഒരു പക്ഷേ ഇങ്ങനെ ഒരു നോമിനേഷൻ വെച്ചത്. കാരണം എല്ലാവരുടെയും എങ്ങനെയുണ്ട്, അതായത് പുറത്ത് എങ്ങനെയുണ്ട് ഇവരുടെ അഭിപ്രായം എന്നറിയാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു നോമിനേഷൻ കൊണ്ടുവന്നതെന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് ബിഗ് ബോസ് ആണ് കളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നലത്തെ ദിവസം നടന്നത്. ഇനി ഇന്നത്തെ ദിവസത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഉണരുന്നത് തന്നെ ഒരു 8 മണിക്ക് തന്നെ എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. അതിനുശേഷം മോർണിംഗ് സോങ് വരുന്നു. മോർണിംഗ് സോങ് ഇതാണ്, ഓണപ്പാട്ടാണ്. തിരുവാവണിരാവ് മനസാവനിരാവ്, ആ പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. അതിനൊപ്പം എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഒരു മോർണിംഗ് ടാസ്ക് പോലെ ഒരു ടാസ്ക്കാണ്, ചെറുതായിട്ടൊരു മോർണിംഗ് ടാസ്ക് പോലെ ടാസ്ക് കൊടുക്കുന്നുണ്ട്. എന്താണ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളം ഒരുക്കുക എന്നാണ് ടാസ്ക് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് കിച്ചണിൽ വഴക്ക് നടക്കുന്നത്. ഈ പറയുന്ന വഴക്ക് നടക്കുന്നത് നമ്മുടെ ലക്ഷ്മി, ഷാനവാസ് തമ്മിലാണ് വഴക്ക് നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമിലുള്ളത് ജിസേൽ, പ്രവീൺ, ഷാനവാസ്. അതിലത്തെ ക്യാപ്റ്റൻ ഷാനവാസ് ആയിരുന്നു. ഇവരെല്ലാവരും കൂടി അവിടെ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ലക്ഷ്മി പുറത്തായിരുന്നു. ലക്ഷ്മി വന്നിട്ട് ഇവർ ഓരോന്നും പറയുന്നുണ്ട്. അതായത് അങ്ങനെ ചെയ്യണം, വേഗത്തിൽ ഫുഡ് റെഡിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് കയറി ഇടപെടുകയാണ് ചെയ്യുന്നത്. നീ ഇവിടുത്തെ കാര്യം നോക്കണ്ട കേട്ടോ, നീ ഇവിടുത്തെ കാര്യം നോക്കണ്ട, അതിന് കിച്ചൺ ക്യാപ്റ്റനായ ഞാനിവിടെയുണ്ട്, നീ പോയി നിൻ്റെ പണി നോക്ക് എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി തിരിച്ച് റിയാക്ട് ചെയ്യാണ്. ഞാൻ എന്തിന് എൻ്റെ പണി നോക്കുന്നേ എന്ന് ചോദിക്കുന്നു. എനിക്കറിയാം എൻ്റെ പണി നോക്കാൻ എന്ന് ലക്ഷ്മി പറയുന്നു. ഞാൻ ഇടപെടേണ്ടയിടത്ത് ഞാൻ ഇടപെടും എന്ന് പറയുന്നു. ശരിയായില്ല എന്ന് തോന്നിയാൽ ഞാൻ പറയും എന്നാണ് ലക്ഷ്മി പറയുന്നത്. അപ്പോൾ ഷാനവാസ്, നീ പറയണ്ട, നിനക്ക് പറയണമെങ്കിൽ നിനക്ക് സമയം തരും എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി ഷാനവാസിനോട് പറയാണ്, എൻ്റെ സമയം ഇതാണ്, അപ്പോൾ എനിക്ക് ഇതിന് സമയം ആവശ്യമില്ല, എൻ്റെ സമയം ഇതാണ്, അപ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ്, നീ പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വഴക്കങ്ങനെ മുറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിനക്ക് പറയാം, നീ ക്യാപ്റ്റനാകുന്ന സമയത്ത് പറഞ്ഞോ എന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയാണ്, എനിക്ക് ക്യാപ്റ്റനാകണ്ട, എനിക്ക് പറയാനുള്ളത് വ്യക്തമായി അറിയാം എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് ഭയങ്കര മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ എന്നിട്ട് പറയാണ്, നീ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നീ പോടി എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി പറയാണ്, എടി പോടി എന്നൊന്നും എന്നെ വിളിക്കണ്ട, പറ്റില്ല, എനിക്കൊരു പേരുണ്ട് ലക്ഷ്മി, ആ പേര് മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട അവിടെ അടുത്ത് നമ്മുടെ ആര് നിൽപ്പുണ്ട്, നമ്മുടെ പ്രവീണുണ്ട്. പ്രവീൺ കുക്കിങ്ങിലാണ്. അപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രവീണും കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷാനവാസും നമ്മുടെ ഇവർ രണ്ടുപേരും കൂടി തമ്മിൽ തന്നെയാണല്ലോ. അപ്പോൾ ഷാനവാസിനോട്, നിങ്ങൾക്ക് വഴക്ക് കൂടണമെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയി നിന്ന് വഴക്ക് കൂടും, ഇവിടെ കിച്ചണിൽ നിന്ന് വഴക്ക് കൂടാൻ പറ്റില്ല, നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും പോയി നിങ്ങൾ വഴക്ക് കൂടിക്കോ, കാരണം ഇവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ്, നീ നിൻ്റെ കാര്യം നോക്ക്. അപ്പോൾ പ്രവീൺ, ഇതെന്താ ഇങ്ങനെ, ലക്ഷ്മി എന്തിനാണ് ലക്ഷ്മി പോണേ, ലക്ഷ്മി ഇവിടെ നിന്നോ, ഇന്നലെ രാത്രി അനീഷ് ഇവിടെ വന്ന് നിന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, അപ്പോൾ അനീഷിന് നിൽക്കാമെങ്കിൽ നമ്മുടെ ലക്ഷ്മിക്ക് നിൽക്കാം എന്ന് പറയുന്നു. ഒരു കുഴപ്പമില്ല, ലക്ഷ്മി ഇവിടെ തന്നെ നിന്നോ കേട്ടോ എന്ന് പറയുന്നു. അങ്ങനെ
അനീഷിൻ്റെ വിഷയം അവിടെ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നടക്കുന്ന ഒരു മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ട് അത് നടക്കുന്നത്. മോർണിംഗ് ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓണാഘോഷ പരിപാടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അവർക്ക് പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട്, പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ കൊടുക്കുന്ന മനോഹരമായിട്ട് പൂക്കളൊക്കെ ഒരുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥികളായിട്ട് നമ്മുടെ 2 പേര് വരുന്നുണ്ട്. രമ്യ നമ്പീശനും നമ്മുടെ ജസ്റ്റിൻ വർഗീസുമാണ് വരുന്നത്. ഇവർ വീട്ടിലേക്ക് വരുന്നു. ഇവരുടെ എൻട്രി സോങ്ങോട് കൂടിയാണ് ഇവർ വരുന്നത്. അതായത് ത്രികോണ മധ്യ മൂലബിന്ദു ഈ പാട്ട് കൊടുത്താണ് അവർ കയറി വരുന്നത്. പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് അവർ കയറി വരുന്നത്. അതിനുശേഷം അവർ വീട്ടിലേക്ക് വരുന്നു. അവർക്ക് അവിടെ വെച്ചിട്ട് ടാസ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഒരു സിമ്പിൾ ടാസ്ക്കാണ്. ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും അതിനെ ഒന്ന് വിശേഷിപ്പിക്കാമെന്ന് മാത്രം. ഓണനാളിൻ്റെ ഓർമ്മ, അതിൽ ഏറ്റവും ബെസ്റ്റായി പറയുന്നവരാണ് വിജയിക്കുക എന്ന് പറയുന്നു. അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, അതാണ് ഇവരുടെ ജോലി, അതായത് വന്നവരുടെ ജോലി. എല്ലാവരും അവരുടെ ഓണക്കാലത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 1 മിനിറ്റാണ് സമയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രമ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നത്, അതായത് രമ്യ നമ്പീശൻ ഇഷ്ടപ്പെടുന്നത് റനയുടെ ഓണക്കാല ഓർമ്മകളാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്, റനയ്ക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തെ കളികളൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്, വേറെ ഒന്നും കാണിക്കുന്നില്ല. അതിനുശേഷം അനീഷ് നിസ്സാരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അനീഷിൻ്റെ ഭാഗത്തു നിന്ന്. എന്തെങ്കിലുമൊക്കെ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അനീഷ് ഇല്ലല്ലോ. അപ്പോൾ അനീഷ് നിസ്സാരമായിട്ടൊരു പ്രശ്നം എടുത്തിട്ട് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനുശേഷം ലക്ഷ്മിയെ എല്ലാവരും നോക്കി വെച്ചിരിക്കുകയാണ്. അതായത് ലക്ഷ്മി നന്നായിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി, വൈൽഡ് കാർഡായിട്ട് വന്നല്ലേ ഇന്നലെ. അപ്പോൾ തന്നെ ലക്ഷ്മി നന്നായിട്ട് സ്കോർ ചെയ്യാൻ തുടങ്ങിയെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ലക്ഷ്മീനെ ടാർഗറ്റ് ചെയ്യാൻ നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രേണുവിന് നല്ല ഒരു ഭയം, രേണു ശ്രുതിക്ക് ഭയന്നിരിക്കുകയാണ്. എൻ്റെ വീക്ക് പോയിൻ്റ് മസ്താനി കണ്ടുപിടിക്കുമോ എന്നുള്ള പേടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദിൽ നൂറോട് പറയുന്നുണ്ട്, എൻ്റെ വീക്ക് പോയിൻ്റ് അതായത് എൻ്റെ മക്കളാണെന്നൊന്നും പറയരുത് കേട്ടോ, അവളോട് പറയരുതെന്ന് പറയുന്നു. അതിനുശേഷം ആണ് ഈ ഗ്രൂപ്പ് തിരിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ഗ്രൂപ്പാണ് കേട്ടോ. ഇതിൽ അടി പൊട്ടുന്ന ഗ്രൂപ്പുകളുണ്ട്, അത് ഞാൻ വായിക്കാം. ആദ്യത്തെ ഞാൻ വായിക്കാൻ പോകുന്നത് കിച്ചൺ ഗ്രൂപ്പാണ്. കിച്ചൺ ടീമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലക്ഷ്മി, അനു, ജിഷിൻ, പ്രവീൺ, ആദില, ഇവർ 5 പേരാണ് കിച്ചൺ ടീമായിട്ട് വന്നിരിക്കുന്നത്. അതിന് കിച്ചൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് കിച്ചൻ്റെ ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്നത്. ഇതിനെന്തായാലും അടി ഉണ്ടാവും, അടി പൊട്ടെന്ന് പറഞ്ഞ അടി ഉറപ്പാണ്. കാരണം ലക്ഷ്മിയും അനുവായിട്ട് അടി ഉണ്ടാവും. അതുപോലെ തന്നെ അനുവിന് സപ്പോർട്ടായിട്ട് നമ്മുടെ ആദിലയുണ്ട് ഇതിനകത്ത്, ജിഷിനും നമ്മുടെ അനുവിന് സപ്പോർട്ട് ചെയ്യും. പിന്നെ പ്രവീൺ ഇപ്പോൾ ആരോടൊപ്പം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ലക്ഷ്മിയുടെ ഒപ്പം ആയിരിക്കും നിൽക്കുക. എന്തായാലും അനുവും ലക്ഷ്മി തമ്മിലൊരു അടി എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിച്ചൺ ആയതുകൊണ്ട് തന്നെ അടി നടക്കും, ഉറപ്പാണ്. അടുത്ത ടീം ഏതാ നോക്കാം. അടുത്ത് വെസൽ ടീമാണ് വരാൻ പോകുന്നത്. വെസൽ ടീം ഗംഭീര വെസൽ ടീം തന്നെയാണ് കേട്ടോ. നൂറ, മിന്നി, സാബുമാൻ, മസ്താനി, രേണു, അടിപൊളി വെസൽ ടീമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആരായിട്ട് അടി ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മസ്താനിയും രേണുമായിട്ടൊരു കൊമ്പ് കോർക്കൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത്. അതിനുശേഷം ഫ്ലോർ ടീം, ഇതാണ് മക്കളെ അടിപൊളി ടീം. ഇതിനകത്ത് ഷുവറായിട്ട് അടി പൊട്ടിയിരിക്കും. പൊട്ടെന്ന് പറഞ്ഞാൽ പൊട്ടും, 100% ഷുവറാണ്. ഇതിനകത്ത് അടി പൊട്ടിയിരിക്കും, അടി പൊട്ടാതെ എവിടെയും പോവില്ല, അടി പൊട്ടിയിരിക്കും. ആ ഫ്ലോർ ടീം ഞാൻ വായിക്കാം. ഷാനവാസ്, അനീഷ്, അക്ബർ, അപ്പാനി, അബി. എങ്ങനെയുണ്ട് ഈ ടീം? ഇതിനകത്ത് ക്യാപ്റ്റൻ അനീഷാണ് കേട്ടോ, അനീഷാണ് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നത്. ഇതിനകത്ത് ആരൊക്കെ തമ്മിൽ ശത്രുത എന്നറിയാലോ. അനീഷിന് ഷാനവാസിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, അതുപോലെ തിരിച്ചും ഷാനവാസിന് അനീഷിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അതുപോലെ തന്നെ അക്ബറും വന്നിട്ടുണ്ട്, അപ്പാനിയും വന്നിട്ടുണ്ട്. പിന്നെയുള്ളത് അബിയാണ്, അബി അതിനകത്ത് ആഡ് ചെയ്യുമെന്ന് മാത്രം. എന്നാലും അടി പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോർ ടീമിൽ അടി പൊട്ടിയിരിക്കും, 100% കൺഫേം ആണ്, അടി പൊട്ടിയിരിക്കും. ചിലപ്പോൾ അനീഷും ഷാനവാസും തമ്മിൽ അടി നടക്കും. അതുപോലെ തന്നെ തിരിച്ച് അക്ബർ അനീഷും തമ്മിൽ, അപ്പാനി അനീഷും തമ്മിൽ ഇങ്ങനെയൊക്കെ അടി നടക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഫ്ലോർ ടീമിനാണ് കൂടുതലും കാണുന്നത്. പിന്നെ അബി അതിൽ ഓൺലൈനാണ്, എല്ലാത്തിലും ഇടപെടും. ഇനി ബാത്റൂം ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും അടി പൊട്ടുന്ന ടീമുകളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളും ശത്രുക്കളൊക്കെ ഒരു ഗ്രൂപ്പിൽ പെട്ടു, അതാണ് ഉണ്ടായത്. ബാത്റൂം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ, ഒനീൽ, ജിസേൽ, റെന, ശൈത്യ, 5 പേരാണ് ബാത്റൂം ടീമായിട്ട് നിൽക്കുന്നത്. ഇതിൽ ആർക്ക് തമ്മിൽ അടി പൊട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് റെനയും നമ്മുടെ
ജിസൈൽ തമ്മിൽ ചിലപ്പോൾ ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലവ് ട്രാക്ക് എന്നൊക്കെ പറയുന്നത് ജിസൈലും ആരും തമ്മിലുള്ള ലവ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ശൈത്യ പിന്നെ ഒന്നിലേക്കും ഉണ്ടാവില്ല. ശൈത്യ അതിനകത്ത് ഉണ്ടാവുമെന്ന് ചിലപ്പോൾ ഇൻവോൾവ്മെൻ്റ് ആയേക്കാം, അതിത്രേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിനകത്തും ഒരടി എന്തായാലും ഉണ്ടാകും. കൂടുതൽ അടി നടക്കുക ഫ്ലോർ ടീമിലായിരിക്കും. അതുപോലെ തന്നെ കിച്ചൺ ടീമിൽ ഭയങ്കരമായിട്ട് അടി നടക്കും. വെസൽ ടീമിലും അടി നടക്കും, പക്ഷേ അത്ര ഉണ്ടാവില്ല. പക്ഷേ അടി പൊടി പോരാകാൻ പോകുന്നത് ഏതിലാണ്? ഫ്ലോർ ടീമിലായിരിക്കും. നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ശത്രുക്കളൊക്കെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ വന്നിരിക്കുകയാണ് മക്കളെ. ഇനി നമുക്ക് കണ്ടൻറ്റുകളുടെ കാലമായിരിക്കുമെന്ന് തോന്നലുണ്ടായേക്കാം അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കാം. എന്തായാലും നമുക്ക് കണ്ടൻറ്റ് കിട്ടിയേ പറ്റൂ. അപ്പോൾ എവിടെ നിന്നായാലും ഒരു കണ്ടൻറ്റ് ഉറപ്പാണ്. ഇപ്പം തന്നെ ചിലപ്പോൾ അടിയും പൊട്ടി തുടങ്ങും ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇനി മേളങ്ങളുടെ മേളമായിരിക്കും, നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഗെയിമൊക്കെ അവിടെ നല്ല മനോഹരമായിട്ട് നടക്കട്ടെ, അവർ നന്നായിട്ട് കളിക്കട്ടെ. അപ്പോൾ അടുത്ത പ്രമോ വരുമ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് വരാം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സി യു.